ഭരണകൂട ഭീകരത, ബുൾഡോസർ രാജ്, അതിന് സുപ്രീം കോടതി തടയിട്ടിരിക്കുന്നു. അതായത് സുപ്രീം കോടതി ഔന്നിധ്യം പ്രകടിപ്പിക്കത്തക്ക രീതിയിൽ തന്നെ ഇത്തരം അനീതിക്ക് എതിരെ പ്രതികരിച്ചിരിക്കുന്നു. അതിന് വിലങ്ങിട്ടിരിക്കുന്നു. നല്ല സന്തോഷകരമായ കാര്യമാണത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 ഉദ്ധരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജസ്റ്റിസ് BR ഗവായിയും ജസ്റ്റിസ് KV വിശ്വനാഥനും അടങ്ങുന്ന ബെഞ്ച്, ആ ബെഞ്ചാണ് ഗവൺമെൻറ്റുകളുടെ ബുൾഡോസർ സംസ്കാരത്തിന് അന്യം കുറിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് 1970കളിൽ അങ്ങനെയുള്ള ചില പ്രവണതകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ പ്രവണതകളൊക്കെ മാറി വരികയായിരുന്നു. പിന്നെയും നമുക്കറിയാം, അതിനുശേഷമാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്. അതിനകത്തും ഒരു രാഷ്ട്രീയം മാത്രമല്ല, അത് മതപരമായ ഒരു ശത്രുത കൂടി അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബുൾഡോസർ രാഷ്ട്രീയം, ബുൾഡോസർ ഭരണം എവിടെയുണ്ടോ അവിടെയൊക്കെ മത ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിരിക്കാം. അതുപോലെ തന്നെ ഒരു ധിക്കാരപരമായ ബുൾഡോസർ ഭരണം കൊണ്ട് രാജ്യത്തെ മുഴുവനും നിരപ്പാക്കാം. അതായത് തങ്ങൾക്കിഷ്ടമില്ലാത്തത് തങ്ങളുടെ രാഷ്ട്രീയത്തിന് ചേരാത്തതൊക്കെ നിരപ്പാക്കാം എന്ന ഒരു വിശ്വാസത്തോടു കൂടി ഇവർ ഇത് കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്ത്, ഈ കഴിഞ്ഞ 8-10 വർഷം കൊണ്ട്, ഒരുപക്ഷെ 2014 ഭരണത്തിൽ വന്ന BJPയുടെ വരവോടുകൂടി ഈ ബുൾഡോസർ രാജ് വളരെ വ്യാപ്തമായി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നടമാടുന്നതാണ് നാം കണ്ടത്. അങ്ങനെ വേദന പൂണ്ടിരുന്ന ആ രാജ്യത്തിൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകിക്കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട്, അതായത് നമ്മുടെ സെക്യുലർ മൈൻഡിനെ സമാധാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 ഉദ്ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. കോടതി പറയുന്നു, അതോടൊപ്പം തന്നെ കുറ്റവാളിയെ ശിക്ഷിക്കാൻ വീട് പൊളിക്കരുത് പറഞ്ഞിരിക്കുന്ന ഒരു താക്കീതാണ്. രണ്ടാമത്തെ താക്കീത് എന്താണെന്ന് വെച്ചാൽ, ഉദ്യോഗസ്ഥർ നിയമം കയ്യിലെടുക്കരുത്. സത്യത്തിൽ നമുക്കറിയാം, ഇവിടെ ഒന്നും ഉദ്യോഗസ്ഥരല്ല നിയമം കയ്യിലെടുക്കുന്നത്, ഭരിക്കുന്നവരാണ് നിയമം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്ന ഉദ്യോഗസ്ഥർ. അവർക്കും തീർച്ചയായിട്ടും ശിക്ഷ കിട്ടേണ്ടതാണ്. കാരണം നമുക്കറിയാം, സിവിൽ സർവീസിലേക്കൊക്കെ മിടുമിടുക്കരായി കടന്നു വരുന്നവർ അവരുടെ തലക്കനം കാണിക്കാൻ പാടില്ല, പക്ഷേ തലപ്പൊക്കം ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല, അടിയറവ് വയ്ക്കാൻ പാടില്ല. ഭരണകൂടത്തിൻ്റെ മുൻപിൽ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനും അതിൻ്റെ നീതി നോക്കിയതിന് ശേഷം ചെയ്യാമെന്ന് തിരിച്ച് പറയാൻ, അല്ലെങ്കിൽ ആ തരത്തിൽ പെരുമാറാനുള്ള മനോധൈര്യം, വ്യക്തിത്വം അവർ കാണിക്കണം. പ്രാഗൽഭ്യം അവർ കാണിക്കേണ്ടതാണ്. അങ്ങനെ കാണിക്കാതെയാണ് പലപ്പോഴും ഭരിക്കുന്നവരുടെ താല്പര്യമനുസരിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് അവർ ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ വാർണിംഗ്, അതായത് ഉദ്യോഗസ്ഥർ നിയമം കയ്യിലെടുക്കരുത്, അവിടെയും തീർന്നില്ല. പൊളിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ സ്വന്തം ചെലവിൽ പുതുക്കി പണിത് കൊടുക്കണമെന്ന് കൂടി പറയുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥനെ നല്ലവണ്ണം ചിന്തിച്ചു മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടണം എന്നുള്ള താക്കീതാണ് ഉദ്യോഗസ്ഥന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഉദ്യോഗസ്ഥന് ഒരിക്കലും സ്വമേധയാ ഇങ്ങനെയുള്ള പൊളിക്കലിന് തയ്യാറാവുകയില്ല. ഒക്കെ മുകളിൽ നിന്നുള്ള ഭീഷണിയോ സമ്മർദ്ദമോ ഒക്കെ ആയിരിക്കും. അപ്പോഴും സ്വന്തം തലയിലേക്ക് ഈ ഭാരം കൊണ്ടുവയ്ക്കരുത് എന്ന് വിചാരിച്ച് മിടുമിടുക്കരായ ഉദ്യോഗസ്ഥർ എങ്ങനെയും ഇത് തള്ളിമാറ്റും. അതായത് ഇതിൻ്റെ നിയമോപദേശം തേടും, ആ നിയമവശങ്ങൾ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ തങ്ങളെ പ്രേരിപ്പിക്കുന്നവരെ അതിൽ നിന്ന് മുക്തരാക്കും. തീർച്ചയായും ഇത് ഭരണകൂടത്തിനാണ് ആത്യന്തികമായിട്ടുള്ള വാണിംഗ്. അതായത് ഒന്നും പൊളിക്കരുത് എന്നല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും പൊളിക്കാൻ സാധ്യതയുള്ള ചില നിർമ്മാണങ്ങളുണ്ട്. അത് എവിടെയൊക്കെയുള്ള നിർമ്മാണങ്ങളാണ്? ഒന്ന്, അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാൻ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? റോഡ്, തെരുവ്, കാൽനടക്കാർക്കുള്ള പാത, റെയിൽവേ ലൈൻ, നദി, ജലസ്രോതസ്സുകൾ എന്നിവ കയ്യേറിയുള്ള നിർമ്മാണം, ഇവയൊക്കെ പൊളിച്ചു മാറ്റാൻ അനുവാദം കൊടുക്കുന്നുണ്ട് കോടതി. പിന്നെ കോടതിയുടെ മറ്റൊരു നിർദ്ദേശം, ആരോപണ വിധേയ നിർമ്മാണം സ്ഥലമുടമയ്ക്ക്, അതായത് ഇനി അങ്ങനെയൊക്കെയുള്ള നിർമ്മാണങ്ങളാണ് എന്നിരിക്കട്ടെ,
അങ്ങനെയുള്ള നിർമ്മാണങ്ങളാണെങ്കിലും പൊളിച്ചു മാറ്റണം, അവ പൊളിച്ചു മാറ്റാം തീർച്ചയായിട്ടും. പക്ഷേ ഏത് തരം നിർമ്മാണമാണെങ്കിലും ഏറ്റവും നീതിപൂർവം അത് പൊളിച്ചു മാറ്റാനുള്ള മാർഗം എന്താണ്? അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. 15 ദിവസത്തിനകം ഇത് പൊളിച്ചു മാറ്റിയിരിക്കണം എന്നൊരു മുന്നറിയിപ്പ്. അതായത് യഥാർത്ഥത്തിൽ നീതിപൂർവമല്ല, പൊളിച്ചു മാറ്റാൻ തക്ക പരുവത്തിലുള്ളതാണ് എന്നുറപ്പായാൽ പോലും 15 ദിവസത്തെ നോട്ടീസ് കൊടുക്കുക. ഈ 15 ദിവസത്തിനകം ഒന്നുകിൽ അവർക്ക് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാം. അതായത് കോടതി സ്റ്റേ കൊടുക്കാൻ അർഹതയുള്ളതാണ് എങ്കിൽ കോടതി സ്റ്റേ കൊടുക്കും. അർഹതയുള്ളതല്ലെങ്കിൽ കോടതി നേരെ മുകളിൽ പറഞ്ഞ ഏതാനും മേഖലകളിലുള്ള നിർമ്മാണങ്ങൾ, അങ്ങനെയുള്ള നിർമ്മാണമാണ് എന്ന് കണ്ടാൽ കോടതി സ്റ്റേ കൊടുക്കില്ല, പൊളിച്ചു കളയാൻ തന്നെ അനുവാദം കൊടുക്കും ആവശ്യപ്പെടുന്ന അധികാരിക്ക്. അപ്പോൾ അങ്ങനെ അല്ലാത്ത പക്ഷം അത് പൊളിച്ചു കളയാവുന്നതാണ് എങ്കിൽ പൊളിച്ചു കളയാൻ തന്നെ കോടതി പറയും. കോടതി പറഞ്ഞിട്ടും പൊളിച്ചു കളയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഭരണകൂടത്തിന് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അത് പൊളിച്ചു മാറ്റുന്നതിൽ കുഴപ്പമില്ല. അതായത് ഉത്തരവിന് ശേഷം, അതായത് കോടതിയുടെ ഉത്തരവിന് ശേഷം അപ്പീൽ നൽകാൻ 15 ദിവസവും കൂടി, അതായത് കോടതി അത് പൊളിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് നൽകിയാൽ തന്നെയും പിന്നെയും ഒരു 15 ദിവസം അപ്പീൽ പോകാനുള്ള സമയം കൊടുക്കണം. അത് ആ കാലയളവിലും വേണ്ടത് ചെയ്യാൻ ബാധ്യസ്ഥമായതുപോലെ ചെയ്തില്ല പ്രതിയെങ്കിൽ ആ സമയം കൊണ്ട് ഇടപെട്ട് പൊളിക്കാവുന്നതാണ്. അതായത് ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 21-ാം അനുച്ഛേദം അനുശാസിക്കുന്ന, അതായത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കാനും എല്ലാവർക്കുമുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള അവകാശം, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 21-ാം അനുച്ഛേദമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഉയർത്തിപ്പിടിക്കുന്ന നിയമം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോടതി ഈ പറയപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്, പീഡിപ്പിക്കപ്പെടുന്നവർ പാവങ്ങളായിരിക്കും. അവർക്കാണ് ചോദിക്കാനും പറയാനും നീതിപീഠത്തിൻ്റെ സഹായം അത്യാവശ്യമുള്ളത്. മറ്റുള്ളവരെ സാധാരണ രീതിയിൽ ഇത്തരം ഹരാസ്മെൻറ്റിന് ഭരണകൂടങ്ങൾ ഇടവരുത്തുകയില്ല. ഇനി അങ്ങനെ ഇടവരുത്തിയാൽ തന്നെയും അവർക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് കടന്നു പോരാനുള്ള സാധ്യതകളുണ്ട്. നേരെ മറിച്ച് പാവപ്പെട്ടവരാണെങ്കിൽ കോടതിയുടെ സഹായം കൂടിയേ തീരൂ. അങ്ങനെയുള്ളവരാണ് ഇരയാക്കപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം ഇരകൾക്ക് ആ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം കൃത്യമായി അനുഭവിക്കുവാനുള്ള അവകാശം നേടിക്കൊടുക്കുകയാണ് കോടതി ഈ വിധിന്യായത്തിലൂടെ ചെയ്യുന്നത്. കോടതിയുടെ 1-2 നിരീക്ഷണങ്ങൾ കൂടിയുണ്ട്. അതായത് പാർപ്പിടങ്ങൾ ഇടിച്ചു നിരത്തുമ്പോൾ പ്രഹരമേൽക്കുന്നത് നിയമവാഴ്ചയ്ക്കാണ്. അതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. പാർപ്പിടങ്ങൾ ഇടിച്ചു നിരപ്പാക്കുമ്പോൾ പ്രഹരമേൽക്കുന്നത് നിയമവാഴ്ചയ്ക്കാണ്. അതാണ് വളരെ പ്രായോഗിക തലത്തിലുള്ള ഒരു നിരീക്ഷണം. അതുപോലെ ഒന്ന്, നീതിപീഠങ്ങൾ ചെയ്യേണ്ട കാര്യം ഭരണകൂടങ്ങൾ കയ്യേറേണ്ട. അതാണ് ഈ നീതി ഏത്, നീതി അല്ലാത്തത് ഏത് എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വവും അവകാശവും കോടതികളുടേതാണ്. ആ കോടതികൾ തീരുമാനിക്കേണ്ടതിലേക്ക് ഭരണകൂടങ്ങൾ കയ്യേറേണ്ട കാര്യമില്ല എന്നുകൂടി കോടതി നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഉത്തർപ്രദേശ് ഈ അടുത്ത കാലത്ത്, അതായത് ഉത്തർപ്രദേശിൽ BJPയുടെ ഭരണം വന്ന കാലം മുതലാണ് ഉത്തർപ്രദേശ്, അതുപോലെ ഡൽഹി, ഹരിയാന, മധ്യപ്രദേശ്, ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരം പൊളിക്കൽ നാം കാണാറുള്ളത്. ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതലായിട്ട് പൊളിക്കൽ നടന്നിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം ആ സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് കൊടുക്കുന്ന ഒരു താക്കീതാണ്. അതായത് ഭരണകൂടങ്ങൾക്ക് അസാധാരണമായ അവകാശങ്ങളില്ല, അതുപോലെ തന്നെ അധികാരവുമില്ല. അതായത് അസാധാരണമായ അവകാശങ്ങളോ അധികാരങ്ങളോ ഭരണകൂടത്തിനില്ല. അതുകൊണ്ടാണ് കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചത്, കോടതിയാണ് നീതി നിർവഹിക്കേണ്ടത്. അത് നീതി നിർവഹണം നടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്, ഇല്ലെങ്കിൽ നടപ്പാക്കേണ്ടത്. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി നടപ്പാക്കാനുള്ള ചുമതലയല്ല ഗവൺമെൻറ്റിനുള്ളത്. നടപ്പില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് കോടതിയെ സമീപിക്കാം. കോടതി അത് വേണ്ടതുപോലെ പഠിച്ച് നടപ്പില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കും. അതാണ് കൊടുത്തിരിക്കുന്ന താക്കീത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കോടതി പോലും പറയാത്ത ഒരു ജെൻഡർ നീതി കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. പാർപ്പിടങ്ങൾ പൊളിക്കുമ്പോൾ ആരാണ് അവിടെ അപകടത്തിലേക്ക് പോകുന്നത്? സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് പാർപ്പിടങ്ങൾ പൊളിക്കുമ്പോൾ
അപകടത്തിലേക്ക് പോകുന്നത്. അതായത് നമുക്കറിയാം, ചരിത്രത്തിൻ്റെ ആരംഭകാലം, മനുഷ്യജീവിതം തുടങ്ങുന്ന കാലം മുതൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും, അതായത് കുടുംബം ഉണ്ടാകുന്നത് തന്നെ ഏത് സമൂഹം എടുത്താലും നമുക്കറിയാം, ഏത് സമൂഹത്തിലും കുടുംബം ഉണ്ടാകുന്നത് തന്നെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം വളരെ പ്രധാനമായി കണക്കിലെടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും തന്നെയാണ് പാർപ്പിടങ്ങൾ പൊളിക്കപ്പെടുമ്പോഴും നീതി നിഷേധിക്കപ്പെട്ട് ഇരകളാക്കപ്പെടുന്നവർ. അപ്പോൾ ഇത് കോടതി ഒരുപക്ഷെ ഇത് നീതി എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും വരുന്നുണ്ട്. പക്ഷേ ഒരു വനിത എന്ന രീതിയിൽ ഞാനിത് വളരെയധികം ശ്രദ്ധിച്ചു എന്ന് മാത്രം. പിന്നെ അത് മാത്രവുമല്ല, ഈ പാർപ്പിടങ്ങൾ പൊളിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇത് മൂന്നുമാണ് പ്രാഥമിക ആവശ്യങ്ങളായിട്ട് സാമ്പത്തിക ശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രമായി വരുന്നതിന് മുൻപ് തന്നെ മനുഷ്യജീവിതം ഉരുത്തിരിഞ്ഞ കാലം മുതൽ ആദ്യം ആഗ്രഹിക്കുന്നത് ആഹാരം വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നഗ്നത മറയ്ക്കണം. അതും കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് തലചായ്ച്ചുറങ്ങാൻ, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ, വിശ്രമിക്കാൻ ഒരു ഇടമാണ്. അതാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഈ മൂന്നിലൊതുങ്ങുന്നു പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ആഹാരം പോലെ പ്രധാനമല്ല വസ്ത്രം, വസ്ത്രവും ആഹാരവും പോലെ പ്രധാനമല്ല പാർപ്പിടം, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്തായാലും ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിലേതെങ്കിലും ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവ നിഷേധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇവ കണ്ടെത്താൻ കഴിവില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ, താൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയപ്പെട്ട മൂന്നും സുഭിക്ഷമായി ആഹാരം, പാർപ്പിടം, വസ്ത്രം, പാർപ്പിടം ഇവ മൂന്നും നേടിയെടുക്കാൻ പറ്റുകയില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. അതായത് ജോലിയില്ല, ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിന് കിട്ടുന്ന കൂലി ഈ പറയപ്പെട്ട മൂന്നും നേടിയെടുക്കാൻ പര്യാപ്തമല്ല എന്നൊരവസ്ഥ വരുമ്പോഴാണ് മനുഷ്യൻ നെട്ടോട്ടം ഓടാൻ തുടങ്ങുന്നത്. അങ്ങനെ നെട്ടോട്ടം ഓടുന്ന ഒരു കഥയല്ലേ നമുക്ക് കേരളത്തിന് തന്നെ പറയാനുള്ളത്. ഉദാഹരണത്തിന് 1970-കളിൽ ഇവിടെ ജോലി സാധ്യതകളില്ല. ഇവിടെ ഇൻകുലാബ് സിന്ദാബാദൊക്കെ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൈത്തറി വ്യവസായവും മറ്റ് കശുവണ്ടി വ്യവസായവും പിന്നെ കയർ വ്യവസായവും ഒക്കെ മറ്റ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു തൊഴിലും ലഭ്യമല്ലാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് കാർഷിക വൃത്തിയിലാണെങ്കിൽ എല്ലാവർക്കും കഴിയാനുള്ള കൃഷിഭൂമിയും ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് കേരളത്തിൽ നിന്ന് വലിയ തോതിൽ ഗൾഫ് കൺട്രീസിലേക്കുള്ള മൈഗ്രേഷൻ തുടങ്ങുന്നത്. അവരെല്ലാവരും പ്രൊഫഷണലി ക്വാളിഫൈഡ് ഒന്നുമായിരുന്നില്ല. അവിടെ പോയി ഏത് തരം കൊച്ചു ജോലിയും ചെയ്യാൻ, അങ്ങനെ നിത്യവൃത്തിക്ക് മാർഗം കണ്ടെത്താൻ വേണ്ടിയാണ് ഗൾഫ് മേഖലയിലേക്കുള്ള കുതിപ്പ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു? അത് ആഹാരത്തിന്, വസ്ത്രത്തിന്, പാർപ്പിടത്തിന്, ഇതിനൊക്കെ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, കേരളത്തിൽ എവിടെ ഒരു ഇത് വെച്ച് നോക്കിയാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അന്യസംസ്ഥാന തൊഴിലാളികൾ, അത് 35 ലക്ഷമോ 40 ലക്ഷമോ 45 ലക്ഷമോ, അതുപോലെ തന്നെ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും അറിയാത്തവർ വരെ നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കുറുവ സംഘത്തിൽപ്പെട്ടവർ മോഷണത്തിന് നടക്കുന്നത് പോലെ ശബരിമലയിൽ പോലും അവർ എത്തിപ്പെട്ടിരിക്കുകയാണ് മോഷണത്തിന് വേണ്ടി. അപ്പം അങ്ങനെ നാം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്യസംസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് എന്തിനാണ് തൊഴിലാളികൾ വരുന്നത്? അവരുടെ നാട്ടിലേക്ക് അവർക്ക് ഈ ആഹാരം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യം, ഇതൊക്കെ പരിരക്ഷിക്കപ്പെടണമെങ്കിൽ പണം ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ആവശ്യമായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ ഒക്കെ കുടിയേറി പോകുന്നത്. അല്ലാതെ സ്വന്തം നാടും സ്വന്തം വീടും വിട്ടുപോകാൻ ആർക്കും താല്പര്യമുണ്ടായിട്ടില്ല. അപ്പോൾ ഈ പാർപ്പിടം എന്ന് പറയുന്നത് വളരെ അന്വർത്ഥമായ, വളരെ അത്യന്താപേക്ഷിതമായ ജീവിതത്തിൻ്റെ ഒരു ഘടകമാണ്. അതായത് സ്വസ്ഥമായ ജീവിതത്തിൻ്റെ ഒരു ഘടകമാണ്. അങ്ങനെ സ്വസ്ഥമായ ജീവിതമുണ്ടെങ്കിൽ, കുടുംബങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതമുണ്ടെങ്കിൽ സ്വസ്ഥമായ സംസ്ഥാനങ്ങളും സ്വസ്ഥമായ രാജ്യവും ഉണ്ടാകും എന്ന കാര്യം കൂടി നാം ഓർത്തുകൊണ്ട് വേണം പാർപ്പിടങ്ങൾ പൊളിച്ചു മാറ്റാൻ. ഇതുപോലെ ഒത്തിരി പ്രീസിഡൻസ് ഈ പാർപ്പിടങ്ങളുടെ പ്രത്യേകത, അതിൻ്റെ അത്യാവശ്യം. കേരളത്തിൽ തന്നെ പ്രവാസത്തിലേക്ക് പോയവരൊക്കെ ആദ്യം എന്താണ് ചെയ്തത്? 1970-കളിലും 80-കളിലും 90-കളിലുമൊക്കെ ഇവിടെ പാർപ്പിട രംഗത്ത് വലിയ കൺസ്ട്രക്ഷനാണ് നടന്നത്. അതായത് റിയൽ എസ്റ്റേറ്റ് വലിയ തോതിൽ വളരുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെയാണ് ആ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടായ വളർച്ച കാരണമാണ് ഇവിടുത്തെ തൊഴിൽ കൂലി, ദിവസക്കൂലി പെട്ടെന്ന് കുതിച്ചുയർന്നത്.
അങ്ങനെ കുതിച്ചുയർന്ന ദിവസക്കൂലി ഇപ്പോൾ 1200 1400 രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരെന്തിനു വരുന്നു? അവർക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, അവർക്ക് പാർപ്പിടം, അവരുടെ കുടുംബത്തെ അധിവസിപ്പിക്കാനായിട്ട് ഒരു പാർപ്പിടം വേണം. ഈ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇങ്ങോട്ട് സംസ്ഥാനാന്തര യാത്ര നടത്തി വരുന്നത്. അതിൻ്റെ അകത്തുള്ള എല്ലാത്തരം റിസ്ക്കും ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യൻ ഓടുന്ന ഓട്ടം, ആ ഓട്ടത്തിൻ്റെ കാരണം തന്നെ പാർപ്പിടം അത്ര അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് സ്വസ്ഥമായ സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ ജീവിതത്തിന് എന്നതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കുന്ന കോടതിയാണ് ഇതുപോലെ പാർപ്പിടങ്ങൾ പൊളിച്ചു മാറ്റാൻ ആർക്കും അവകാശമില്ല, അതിന് കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വകുപ്പ് പോലും കോട്ട് ചെയ്തുകൊണ്ടാണ് വളരെ ശക്തമായ താക്കീത് ഗവൺമെൻറ്റുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ ആരുമാകട്ടെ പാർപ്പിടങ്ങൾ പൊടിച്ചു മാറ്റുന്നത് നീതിയുക്തമായ രീതിയിൽ മാത്രമേ പാടുള്ളൂ എന്ന് താക്കീത് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് കോടതിയുടെ മുൻപിൽ ഒന്ന് വണങ്ങാം. കാരണം കോടതി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു, മറ്റ് താല്പര്യങ്ങൾ കോടതിയെ വളച്ചൊടിക്കുന്നില്ല, കോടതിയെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ധൈര്യം പകരുന്നു.